പ്രിയ സഖാക്കളെ, നിങ്ങൾക്ക് എൻ്റെ ആദ്യ വീഡിയോ, അതായത് ഒരു പ്രസ്ഥാനത്തെ, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മൊത്തം ആക്ഷേപിച്ചതായിട്ടാണ് പലരുടെ മനസ്സിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഞാൻ തികച്ചും ഖേദം പ്രകടിപ്പിക്കണം. ഞാനൊരിക്കലും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രസ്ഥാനത്തെ തകർക്കലൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഒരു പ്രസ്ഥാനത്തെ തകർക്കലൊന്നുമല്ല. അതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് അങ്ങനെ ആളുകളിലേക്ക് എത്തിയത്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ ശത്രുവല്ലാന്ന്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ കുറേ എനിക്ക് എന്താ പറയുക, നല്ല സഖാക്കൾ, എല്ലാ എന്നെ വിളിച്ച എല്ലാ സഖാക്കളുടെയും എന്താ പറയുക വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. പിന്നെ ഈ എന്നെ സംഖ്യയാക്കാനും മറ്റേ മൂരിയാക്കാനും ബാക്കി എന്തെങ്കിലും ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നന്മയെ സപ്പോർട്ട് ചെയ്യാം, അല്ലാതെ എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ, എന്നെ ഒരു സഖാവല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലൊന്നും ഞാൻ ചേരൂല്ല. നിങ്ങളുടെ എന്താ പറയാ ഈ ഒരു പ്രസ്ഥാനം വിട്ട് ഞാൻ പ്രവർത്തിക്കൂല. എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് തെറ്റ് പറ്റിയപ്പോൾ ഞാനത് അവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനിയിപ്പോൾ ഈ ക്ഷമ ചോദിച്ചതിന്റെ പേരിൽ എനിക്ക് പേടി തുടങ്ങിയെന്നോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. എന്നെ അറിയണ സഖാക്കൾക്ക് അറിയാം എനിക്ക് പേടിയുണ്ടോ പേടിയില്ലേന്ന്. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സിലെ അതേ എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെയാണ് എൻ്റെ മനസ്സിലും എൻ്റെ സിരകളിലും ഓടണത്. അപ്പൊ പിന്നെ എനിക്ക് പേടിയുണ്ടോ പേടിയില്ലേന്ന് സഖാക്കൾക്ക് തന്നെ അറിയാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ എന്താ പറയാ സഖാക്കളെ മെക്കിട്ട് കീറുന്നത് ഒന്ന് നിർത്തിയേക്ക്. കാരണം ഒരു പ്രസ്ഥാനത്തില്, എല്ലാ പ്രസ്ഥാനങ്ങളിലും എന്താ പറയാ നല്ല ആളുകളുമുണ്ട്, ചീത്ത ആളുകളുണ്ട്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ഉണ്ട് കുറച്ച് ആൾക്കാർ. അവരുടെ മനോവൈകല്യം, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, എന്നാൽ തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന് പറയുന്ന പോലെ എല്ലാ പ്രസ്ഥാനക്കാരെക്കാളും നല്ലത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയെന്ന് ആണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം. ഈയൊരു എന്താ പറയാ ഇത്രയും വലിയ ഒരു പ്രശ്നം, അതായത് നമ്മുടെ സഖാക്കൾ ഏറ്റെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനിങ്ങനെ ഒരു എന്താ പറയാ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അത്രയും ഒരു രോഷം വന്നപ്പോൾ ഞാൻ അങ്ങനെ അത് പ്രകടിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അന്ന് അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു എന്താ പറയാ നല്ല എളിയ പാർട്ടി പ്രവർത്തകർക്ക് അതിൽ മനസ്സിൽ എന്താ പറയാ എന്നോടൊരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് എനിക്ക് എന്താ പറയാ എനിക്ക് എൻ്റെ മനസ്സിന് കഴിയും. കാരണം എൻ്റെ മനസ്സ് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരു ചീത്ത ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, സഖാക്കളെ, ഞാനിപ്പോ എന്താ പറയാ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ഗൗരവത്തിൽ എടുക്കണം. കാരണം നമ്മളെ ഒരു പ്രസ്ഥാനമില്ലാതെ ഇതിനെ നേരിടാൻ ഒരു പ്രസ്ഥാനവും ഇന്ന് പ്രാപ്തരല്ല എന്ന് മാത്രമല്ല ആത്മാർത്ഥമായി അതിനെ നേരിടുകയില്ല. കാരണം എനിക്ക് നല്ല അറിയണതാണ്, UDF മുന്നണി ആയാലും BJP മുന്നണി ആയാലും വേറെ ഏത് പാർട്ടിക്കാരായാലും അവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണതാണ്. എന്താണ് സ്വയലാഭത്തിനല്ലാതെ അവരാരും പ്രവർത്തിക്കൂല. ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയില്ല, എങ്കിലും അവരുടെ ഒരു ഭൂരിപക്ഷ വിഭാഗം അങ്ങനെയാണ്. സഖാക്കളെ, നിങ്ങളെങ്കിലും ഇതിൽ ഇടപെടണം. ഞാനുണ്ട്, എനിക്ക് ഇനിയിപ്പോൾ എന്നെ ഇന്റലിജൻസ് ബ്യൂറോ CBI എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ സഖാക്കൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് തികച്ചും സത്യസന്ധമായ വെളിപ്പെടുത്തലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെളിപ്പെടുത്തിയത്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഞാൻ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, ഇന്ത്യയിലല്ല എവിടെ ആണെങ്കിലും. പക്ഷേ ഇത്രയും പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ വേറെ എവിടെയും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് അതിയായ ഒരു സന്തോഷം ഇന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസി സുഹൃത്തുക്കൾ, പ്രവാസി സഖാക്കൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി എന്നത് എനിക്ക് വളരെ എന്താ പറയാ ഒരു ഉത്തേജകം നൽകുന്ന കാര്യമാണ്. എനിക്ക് വളരെ ആവേശം നൽകുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് ഗൗരവത്തോട് എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഇനി ഇതിന്റെ അടിയിൽ വന്ന് എന്നെ തെറി പറഞ്ഞാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് കാര്യങ്ങളൊന്ന് ഗൗരവമായി എടുക്കണം. കാരണം നമുക്ക് നമ്മുടെ നാടിനെ നന്നാക്കി എടുക്കണം. നമ്മളെ കേരളം ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഒരു നാടാക്കി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യവും എല്ലാം നേടിക്കൊടുത്തതിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും അവരുടെ എല്ലാ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് SFI തന്നെയാണ്.
അതിനിപ്പോ നിങ്ങൾ ഈ സംഖ്യകളും മറ്റേ ബാക്കിയുള്ള പാർട്ടികളൊന്നും നിങ്ങൾ എന്നെ നിങ്ങളുടെ വക്താവായി ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ നല്ലൊരു സഖാവനാണ് ഇപ്പോഴും എപ്പോഴും എന്നും എന്റെ മരണം വരെ, എന്റെ കൊക്കിലെ അവസാന ശ്വാസം വരെ ഞാനൊരു സഖാവ് തന്നെയാണ്. അത് നിങ്ങൾ ഇനി എന്നെ ആ പാർട്ടിക്കാരാക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ സഖാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുറച്ചാളുകളുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് പോലീസുകാരായിട്ട് അല്ലെങ്കിൽ IB ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്കത് അറിയണോ, അവർക്കറിയാം. അതിപ്പോ ബോധ്യപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ സഖാക്കളോടല്ല പറയണം. സഖാക്കൾക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് സഖാക്കളായിട്ട്. അവർ ഇന്നും എന്നും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടാത്ത ഒറ്റ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. അല്ലാതെ എല്ലാ പാർട്ടിയിലും എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം തികച്ചും സതുദ്ദേശപരമായ കാര്യങ്ങൾ, അല്ല മറ്റേ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഭരണകാലത്തും അതിനു മുമ്പുള്ള ഭരണകാലത്തും കണ്ടതാണ്. പിന്നെ സഖാക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം നമുക്ക് ഈ ഒരു 5 വർഷം ഒരു പാർട്ടി ഭരിച്ച് ബാക്കി 5 വർഷം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഒരു നിലപാടിൽ നിന്ന് മാറി നമുക്കൊരു ഭരണ തുടർച്ചയിലൂടെ കേരളത്തെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ കുറെ ആശയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളുടെ എല്ലാ സഖാക്കളും മാറിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, വ്യക്തിഹത്യ നടത്താതെ, അല്ലെങ്കിൽ എന്താ പറയാ, വ്യക്തിഹത്യയല്ല, സമൂഹത്തില് ദുരിതങ്ങളും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെ എന്തും ആസ്വദിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്തും നമുക്ക് ആസ്വദിക്കാം, എല്ലാം ആസ്വദിക്കാനുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെ എല്ലാവർക്കും സഹജീവികൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇത് എനിക്ക് പേടിയാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ കുഴപ്പമില്ല, ഞാനെല്ലാം അംഗീകരിക്കാം. അപ്പോൾ സഖാക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ലാൽ സലാം. ഓക്കെ.